മനുഷ്യൻ ചൊവ്വയിൽ നഗരങ്ങൾ പണിയുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ അദൃശ്യമായ ഒരു വൻ ദുരന്തം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾക്കൊപ്പം ഇന്ന് ദശലക്ഷക്കണക്കിന് ബഹിരാകാശ മാലിന്യങ്ങളും ഭ്രമണപഥത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇതിലെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ചെറിയ കഷ്ണം പോലും നമ്മുടെ ഇന്റർനെറ്റ്, GPS, ടെലിവിഷൻ സംവിധാനങ്ങളെ എന്നേക്കുമായി തകർക്കാൻ ശേഷിയുള്ളതാണ്. ലളിതമായി പറഞ്ഞാൽ, മനുഷ്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായി അവിടെ എത്തിക്കുകയും പിന്നീട് ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കുകയും ചെയ്ത വസ്തുക്കളാണിവ. കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങൾ, റോക്കറ്റുകളുടെ ഭാഗങ്ങൾ, കൂട്ടിയിടുകൾ വഴി ചിതറിത്തെറിച്ച ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇവ കേവലം ചവറുകളല്ല, മറിച്ച് മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മരണക്കെണികളാണ്. ഈ വേഗതയിൽ ഒരു ചെറിയ സ്ക്രൂ പോലും ഒരു ഉപഗ്രഹത്തിൽ പതിച്ചാൽ അത് ആ ഉപഗ്രഹത്തെ പൂർണ്ണമായി തകർക്കാൻ പര്യാപ്തമാണ്. ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിഭാസമാണ് ക്ലസ്റ്റർ സിൻഡ്രോം. ഒരു ബഹിരാകാശ മാലിന്യം ഒരു ഉപഗ്രഹവുമായി കൂട്ടിയിടിക്കുകയും അതിൽ നിന്ന് ആയിരക്കണക്കിന് പുതിയ അവശിഷ്ടങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഈ പുതിയ കഷ്ണങ്ങൾ മറ്റു ഉപഗ്രഹങ്ങളെ തകർക്കും. ഒരു ചങ്ങലാ പ്രവർത്തനം പോലെ ഇത് തുടർന്നാൽ ഭൂമിക്ക് ചുറ്റും ഒരു അവശിഷ്ട വലയം തന്നെ രൂപപ്പെടും. ഇത് സംഭവിച്ചാൽ വരും തലമുറയ്ക്ക് ബഹിരാകാശ പര്യവേഷണം അസാധ്യമാകുമെന്ന് മാത്രമല്ല, നിലവിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുകയും ലോകം നിശ്ചലമാവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളും ബാങ്കിംഗ് സേവനങ്ങളും ദിശ അറിയാനുള്ള GPS എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ്. ഈ ഭീഷണി നേരിടാൻ എലോൺ മസ്കിന്റെ SpaceX ഉൾപ്പെടെയുള്ള കമ്പനികൾ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. തങ്ങളുടെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ബഹിരാകാശ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അവയുടെ ഭ്രമണപഥം 480 കിലോമീറ്റർ ഉയരത്തിലേക്ക് താഴ്ത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള റോബോട്ടിക് ദൗത്യങ്ങളും പുതിയ നിയന്ത്രണങ്ങളും ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. ബഹിരാകാശത്തെ ഈ ചവറുകൾ ഇന്ന് ഒരു ആഗോള പ്രശ്നമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക സൗകര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ബഹിരാകാശം മാലിന്യമുക്തമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വെല്ലുവിളി ശാസ്ത്രലോകം എങ്ങനെ നേരിടുമെന്നത് വരും വർഷങ്ങളിൽ നിർണായകമായിരിക്കും.